അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചില ആളുകൾ നേരിട്ടും പിന്നെ വാട്സപ്പിലൊക്കെ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. റമദാൻ മാസമൊക്കെ അല്ലേ, എന്തെങ്കിലും ഉപദേശങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ വർഷത്തെ റമദാൻ്റെ ആദ്യത്തെ പത്തിലെ ലാസ്റ്റ് ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളും ഖുർആനോത്തും നോമ്പ് തുറയും എല്ലാം അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ആരോഗ്യത്തോടു കൂടി റമദാൻ പൂർത്തീകരിക്കാനും റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളിലൊക്കെ അള്ളാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖുർആനിലൂടെ അള്ളാഹു തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. നിങ്ങൾ പ്രവർത്തിക്കാത്തൊന്നിനെക്കുറിച്ച് നിങ്ങൾ ആരോടൊന്നും പറയാൻ നിൽക്കണം. നമ്മൾ ആദ്യം പ്രവർത്തിക്കുക, എന്നിട്ട് മറ്റുള്ളവരോട് പറയുമ്പോഴാണ് അതിന് ഉപകാരം ഉണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതാവുമ്പോൾ അത് നമ്മളിങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ വരുന്നത് ഉപദേശിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ ആളെ ഉപദേശിക്കണം. ഇപ്പോൾ എല്ലാവരും ഉപദേശികളാണ്, കുടുംബക്കാരായാലും ജ്യേഷ്ഠ സഹോദരന്മാരായാലും ഭാര്യ ഭർത്താക്കന്മാരായാലും എല്ലാവരും ഉപദേശിക്കുക. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ കുഞ്ഞിനടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ വൈഫ് മരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് മരുന്നെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോനോട് 1ാം ക്ലാസ് പഠിക്കുന്ന മോനോട് പറഞ്ഞു, സത്തുപ്പ ആ വെള്ളം നിർത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഉപ്പച്ചിക്കാർക്കൊന്ന് എടുത്തു കൊടുത്തൂടെ, ഉപ്പച്ചി ഇങ്ങനെ വെറുതെ ഇരിക്കണല്ലോ എന്ന്. അപ്പോൾ എല്ലാവരും ഉപദേശത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ ഉപദേശിക്കണം. ഇപ്പോൾ ഞാൻ നിങ്ങളെയാണെങ്കിൽ ആരും ഉപദേശം കേൾക്കുന്നവൻ്റെ അല്ല, ഉപദേശിക്കുന്നവനക്ക് 4 ക്വാളിറ്റി ഉണ്ടാവണം എൻ്റെ അഭിപ്രായമാണ്. അതിന് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതിയാൽ എല്ലാവർക്കും ഒരു ഉപകാരവും. കറക്റ്റ് ഞാൻ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കൂടുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഉറപ്പാക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആത്മാർത്ഥത. നമുക്ക് ഉപദേശിക്കപ്പെടുന്ന ആൾ നന്നാവണം എന്നുള്ള ആത്മാർത്ഥം നമുക്ക് വേണം. നമ്മളൊരാളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ട് നിനക്ക് അങ്ങനെ ചെയ്തുകൂടെ, നമുക്ക് അങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് അവൻ നന്നാവണം എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. എന്നിട്ട് നമ്മൾ അവനെ ഉപദേശിക്കണം. അപ്പോൾ ഒന്നാമത്തത് ആത്മാർത്ഥത. രണ്ടാമത്തെ കാര്യം വിനയം വേണം. നമ്മൾ വലിയൊരു അഹങ്കാരിയെ പോലെ നമ്മളവനെ നന്നാവാതിരിക്കുക എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയുന്നതിനെ കണ്ട് നമ്മൾ വിനയത്തോടു കൂടി ഒരു അഹങ്കാരമില്ലാതെ അവനോട് പറയുമ്പോൾ അത് കൂടുതൽ എഫക്റ്റ് ആവുകയും അവനത് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടല്ലോ നമുക്കത് ശരിയാക്കണം എന്ന് അവനക്ക് തോന്നണം. ആ രീതിയിലാവണം നമ്മുടെ ഉപദേശം. മൂന്നാമത്തെ കാര്യം ഫലം ചെയ്യണം. ഫലം കിട്ടുമെന്നുള്ള പ്രതീക്ഷ നമുക്കും വേണം. നമ്മളൊരാളെ ഉപദേശിക്കുമ്പോൾ അവൻ ആ നന്മ ചെയ്യുമ്പോൾ അവനക്ക് കിട്ടുന്ന അതേ പ്രതിഫലം നമുക്കും കിട്ടും എന്നുള്ള. നാലാമത്തത് സാഹചര്യമാണ്. നമ്മളൊരാളെ ഉപദേശിക്കുമ്പോൾ അവൻ്റെ മനസ്സ് അല്ലെങ്കിൽ അവൻ്റെ അവസ്ഥ അല്ലെങ്കിൽ അവൻ്റെ കഴിവ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സ് ചിലപ്പോൾ എല്ലാവർക്കും അറിയണം, അവൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അവൻ്റെ അവസ്ഥ, ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ, നമ്മൾ ഉപദേശിക്കാൻ പോകും, നമ്മൾ അറിയുന്ന ആളുകളായിരിക്കും. വെറുതെ ഒരു റോട്ടിൽ കൂടെ പോകുന്ന ആളാണ് എന്തായാലും നമ്മൾ ഉപദേശിക്കില്ല. നമ്മൾ അറിയുന്ന ഒരാളാകുമ്പോൾ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ അവൻ്റെ ആ സാഹചര്യം എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഉപദേശമാണ് കൊടുക്കുകയാണ്. ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഉപദേശിക്കാനുള്ള ക്വാളിറ്റി നമുക്കുണ്ട്. നമ്മൾ ഉപദേശിക്കുമ്പോൾ അതിന് ഫലം കാണുകയും ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇഷ്ടപ്പെട്ടാൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യുക.